السلام عليكم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഒറ്റൊരു ദിവസം കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ നമ്മൾ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. മാത്രമല്ല ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണിത്. പക്ഷെ ഇതിന് ഇത്രത്തോളം പ്രതിഫലമുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു ദിവസം ഒരു അടിമയെ തന്നെ മോചിപ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും അത് പൈസ കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് വെറും ഒരു ദിക്റിലൂടെ നമുക്കത് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്നല്ല 10 അടിമകളെ നമുക്ക് മോചിപ്പിച്ച പ്രതിഫലം പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളത് പാഴാക്കേണ്ടത്? കിട്ടിയ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ചൊല്ലേണ്ട ദിക്ർ ഏതാണെന്നും എത്ര തവണ ചൊല്ലണം എന്നുള്ളതും പറഞ്ഞു തരാം. അതിനു മുമ്പായിക്കൊണ്ട് ഈ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ദിക്ർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ചൊല്ലിയിട്ടുള്ള ദിക്റാണിത്. ഒരു ദിവസം 100 തവണയാണ് ഈ ഒരു ദിക്ർ നമ്മൾ പറയേണ്ടത്. നമുക്ക് എപ്പോഴാണ് നമുക്കിത് ചൊല്ലാനായിട്ട് സൗകര്യം തോന്നുന്നതെങ്കിൽ ആ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന സമയമെന്നോ ഇന്ന സ്ഥലമെന്നോ ഒന്നും പ്രത്യേകമായിട്ടില്ല. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും എപ്പോഴാണ് നമുക്കിത് ചൊല്ലാൻ കഴിയുന്നതെങ്കിൽ അപ്പോഴൊക്കെ നമുക്കിത് ചൊല്ലാവുന്നതാണ്. ഈ ദിക്റിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായി പറഞ്ഞത് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 100 തവണ നമ്മൾ ഈ ഒരു ദിക്ർ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കണക്കുകളിൽ അല്ലാഹു തആല 100 നന്മകൾ രേഖപ്പെടുത്തും. 100 നന്മ അവൻ ചെയ്തതായിക്കൊണ്ട് അവന്റെ രേഖകളിൽ അല്ലാഹു അത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ കണക്കിൽ നിന്ന് 100 പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും. ഒരു ചെറിയൊരു കാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് എത്രത്തോളം ഗുണമാണുള്ളത് അല്ലേ? നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊരു ഗുണം ഈ ഒരു ദിക്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൊല്ലിയ ആ ഒരു ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ പ്രഭാതത്തിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ പിശാചിന്റെ ഒരു ശല്യവും ഉണ്ടാവില്ല. പിശാചിന്റെ ശല്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ സമാധാനത്തിലും സന്തോഷത്തിലുമായിത്തീരും. അപ്പൊ നമ്മൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നിത്യേനയുള്ള ദിക്ർ ദുആകളിൽ ഈ ഒരു ദിക്ർ കൂടെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പടച്ച റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പടച്ച റബ്ബ് നീക്കി നല്ല സമാധാനത്തോടെയുള്ള റാഹത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.